ലോക ഹീമോഫീലിയ ദിനം. ഹീമോഫീലിയ എ ബി അടക്കം ഉള്ള രക്തസ്രാവ വൈകല്യങ്ങളുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും മറ്റു സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടി പ്രത്യേകം ചർച്ച ചെയ്യപ്പെടുന്ന ദിവസമാണ് ഇന്ന്. എൻ്റെ കൂടെയുള്ളത്, എൻ്റെ പേര് ഗോകുൽദാസ്. ഞാൻ ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റാണ്. വലതുവശത്തിരിക്കുന്നത് രമാരഘുനന്ദൻ, സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് റാഫി, ഏറെക്കാലം ഹീമോഫീലിയ അടക്കമുള്ള രക്തസ്രാവ വൈകല്യങ്ങളുള്ളവരുടെ സേവനത്തിനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ജൂബിലി മിഷനിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ശ്രീ രാജഗോപാൽ ഞങ്ങളുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ്, ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്റർ. ഈ വർഷത്തെ ലോക ഹീമോഫീലിയ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ഫസ്റ്റ് എന്നാണ്. തീർച്ചയായിട്ടും നമുക്കത് അത്ര വലിയൊരു പ്രസക്തി ഇല്ല. ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഹീമോഫീലിയ അടക്കമുള്ള രക്തസ്രാവ വൈകല്യങ്ങളിലുള്ളവരുടെ കറക്റ്റ് ഡയഗ്നോസിസ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയഗ്നോസിസ് ഫസ്റ്റ് എന്നുള്ളതിന് തീമാണെങ്കിലും അത് പൊതുവെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ ഉദ്ദേശിച്ച് തന്നെ പറയുന്നതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അഡ്വാൻസ്ഡ് ആയ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോഴും പറയില്ല. ഉദാഹരണമായിട്ട് UK-യിലെ ഹീമോഫീലിയ രജിസ്ട്രി ചെന്നാൽ ഓരോ ഹീമോഫീലിയക്കാരൻ്റെയും, ഓരോ ഫോൺവെലി ബ്രാൻഡ് ഡിസീസുകാരൻ്റെയും, ഓരോ മറ്റു ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ളവരുടെയും എല്ലാ ഡീറ്റെയിൽസ്, അവരുടെ സ്പെസിഫിക് ആയ ജനറ്റിക് മ്യൂട്ടേഷൻ അടക്കം രേഖപ്പെടുത്തിയ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. നമ്മൾ അത്രയ്ക്ക് എത്തിയിട്ടില്ല. അത് ഭാവിയിൽ നമ്മൾ എത്തും. ഇപ്പോൾ നമുക്ക് അത്ര എത്താനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് ഈ തീം തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം സെമിനാർ നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു തീമുണ്ട്, അത് നമുക്ക് ചർച്ചകൾ നടന്നെങ്കിലും അത് പൊതുജന ശ്രദ്ധയിൽ വേണ്ടത്ര കൊണ്ടുവരാൻ പറ്റിയില്ല. ഈവൻ പ്രൊഫഷണലുകൾ പോലും വേണ്ടത്ര ആ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല. വിമൻ ആൻഡ് ഗേൾസ് ടു ബ്ലീഡ് എന്നാണ്. വിമൻ ആൻഡ് ഗേൾസ് ബ്ലീഡ് ടു എന്നുള്ളത് ഇത് പ്രധാനമാണ്. കാരണം ഹീമോഫീലിയ പൊതുവെ ആൺകുട്ടികളുടെ, പുരുഷന്മാരുടെ ജനിതക വൈകല്യമാണ്. പക്ഷെ അവർക്ക് ഇതിന്റെ വികല ജീൻ കിട്ടുന്നത് സ്വന്തം അമ്മമാരിൽ നിന്നാണ്. നമ്മൾ കണ്ടുവരുന്ന അപൂർവം ചിലപ്പോൾ അമ്മമാർ ഈ ഹീമോഫീലിയ വികലജീൻ വാഹകരായ സ്ത്രീകൾ നോർമൽ ആണെങ്കിലും അവരിൽ പലർക്കും ചിലപ്പോൾ ബ്ലീഡിംഗ് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ഇത് കൂടാതെ, ഹീമോഫീലിയ കൂടാതെ അനേകം രക്തസ്രാവ വൈകല്യങ്ങളുണ്ട്. ഉദാഹരണം ഫോൺവെലി ബ്രാൻഡ് ഡിസീസ്, അതിന് അനേക തരങ്ങളുണ്ട്. ഫാക്ടർ 1 ഡെഫിഷ്യൻസി ഉള്ളവരൊക്കെ ഇവിടെയുണ്ട്, ഫാക്ടർ 13 ഡെഫിഷ്യൻസി ഉള്ളവരുണ്ട്. ഫോൺവെലി ബ്രാൻഡ് ഡിസീസ് കൂടാതെ മറ്റനേകം ഫാക്ടർ 7 ഡെഫിഷ്യൻസി ഉള്ളവരുണ്ട്. ഇവരൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ആണിലും പെണ്ണിലും ഒരുപോലെ കാണുന്നുണ്ട്. സ്ത്രീകൾ തീർച്ചയായിട്ടും സ്ത്രീകളായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ആയി ഹീമോഫീലിയ ഒഴികെയുള്ള ബ്ലീഡിങ് ഡിസോർഡേഴ്സുമായിട്ട് വളരെയേറെ സഫറിങ്സ് ഉണ്ട്. അതുകൊണ്ട് ആണ് ഈ തീം നമ്മൾ പ്രത്യേകം എടുത്ത് ചർച്ച ചെയ്യും. മറ്റേ തീമിന് പ്രാധാന്യം കുറഞ്ഞു എന്നല്ല അർത്ഥം, അത് ഇന്റർനാഷണൽ തലത്തിലേക്ക് എത്താൻ നമ്മളായിട്ടില്ല. കാരണം ഫൈൻ ഡയഗ്നോസിസ്, ഉദാഹരണമായിട്ട് ഫാക്ടർ 1 ഡെഫിഷ്യൻസി തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഹൈപ്പോ ഫൈബ്രിനോജീനിയമാണോ, ഫൈബ്രിനോജീനിയമാണോ, ഡിസ്ഫൈബ്രിനോജീനിയമാണോ എന്നുള്ള തരത്തിലുള്ള അത്രയ്ക്ക് ഫൈനർ ഡയഗ്നോസിസിലേക്ക് പോകാനുള്ള സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിൽ പൊതുവിൽ നിലവിലില്ല. ചെയ്യാൻ പറ്റില്ല എന്നല്ല കേട്ടോ, ജനറ്റിക്സ് ലാബ് സൗകര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമുക്കിപ്പോൾ അഫോർഡബിൾ അല്ല. അതുകൊണ്ട് അവിടെ നമ്മൾ മറ്റേ തീം വീണ്ടും ചർച്ച ചെയ്യും. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആരാധ്യായ മേജർ ഡോക്ടർ നിജി ജസ്റ്റിനാണ്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇതിന്റെ സമ്മേളനം നടക്കുന്നത്. 19-ാം തീയതിയാണ്. 10:30 തുടങ്ങും. നിങ്ങളെല്ലാവരും സൈറ്റിലേക്ക് വിട്ടിട്ടുണ്ട്, വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് പറയാം. അല്ല, ഞാൻ ആ കാര്യങ്ങളൊന്നും പൂർത്തിയാക്കിയിട്ട് പറയാം. ഡോക്ടർ റെന്നി മുണ്ടൻകുര്യൻ, അത് ഡയറക്ടറാണ്, പ്രിസൈഡ് ചെയ്യുന്നത്.
സെമിനാറിന് നയിക്കുന്നത് ഡോക്ടർ ചെപ്സി ഫിലിപ്പ്, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ല, ഡോക്ടർ ഗീത വിദ്യനാഥൻ, ലിസി ഹോസ്പിറ്റൽ എറണാകുളം. ഇവരാണ് വിമൻ ആൻഡ് ഗേൾസ് ബ്ലീഡ് 2 എന്നുള്ള ചർച്ച നയിക്കുന്നത്. ഇത് കഴിഞ്ഞ് മെഡിക്കൽ ക്യാമ്പ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ചെപ്സിയോടൊപ്പം തന്നെ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് റാഫി തന്നെയാണ്. തീർച്ചയായിട്ടും ഡയഗ്നോസിസ് ഫസ്റ്റ് എന്നുള്ളതിന് കണ്ണൻ മെമ്മോറിയൽ നാഷണൽ അവാർഡ് ഇത്തവണ നൽകുന്നത് ഡോക്ടർ ഷീലയ്ക്കാണ്. ആ കാര്യങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യേണ്ടത്. ഡോക്ടർ ഷീല നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരിക്കുന്ന എനിക്കറിയാം. സീനിയർ ജേർണലിസ്റ്റായ സലാഹുദ്ദീന്റെ വൈഫ് കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം പ്രത്യേകം ഉണ്ടാകും. ഇനി രമ കഴിഞ്ഞിട്ട് രാഫി സ്റ്റാറ്റിസ്റ്റിക്സ് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഇവിടുത്തെ മീറ്റിംഗ്, നാളത്തെ മീറ്റിംഗില് മറ്റേ ഡോക്ടർ രാഹുൽ അവതരിപ്പിക്കും 19ാമത്തെ മീറ്റിംഗ്. കാരണം എന്താ വെച്ചാൽ പലരും ഒരു തന്നെ 1-2 സൊസൈറ്റി പോയി ചേരും. അപ്പോൾ ഓൾ കേരള ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഡ്യൂപ്ലിക്കേഷൻ വരില്ല. പക്ഷെ ഒരു കാര്യം പറയാം, 5000 ആൺകുട്ടികൾ പിറക്കുമ്പോൾ ഒരു കുട്ടി ഹീമോഫീലിയ എ മൂലമാണ്, എയോടുകൂടിയാണ് പിറക്കുക. 15000 ആൺകുട്ടികൾ പിറക്കുമ്പോൾ ഒരു കുട്ടി ഹീമോഫീലിയ ബിയോടെയാണ് പിറക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഇതിന്ന് ഡിറൈവ് ചെയ്യുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിൽ കുട്ടികളൊക്കെ വളരെ നേരത്തെ ഈ പ്രശ്നങ്ങളുള്ളവർ മരിച്ചു പോവുകയായിരുന്നു ഇത്രയും കാലം. ഇപ്പൊ സർക്കാർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. അതാണ് കാര്യം. ഷീലയുടെ കാര്യവും മറ്റു കാര്യങ്ങൾ രമ സംസാരിച്ചിട്ട് റാഫി സംസാരിക്കും. അവാർഡ് എല്ലാ വർഷവും നമ്മൾ നൽകാറുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിൽ ഹീമോഫീലിയ മേഖലയിലുള്ള വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ വർഷം ഡോക്ടർ ഷീലയ്ക്കാണ് കൊടുക്കുന്നത്. കാരണം നേരത്തെ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഏറ്റവും അർഹമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും ഹീമോഫീലിയ ഞങ്ങളുടെ കുട്ടികളൊക്കെ പറയുക, ശരിക്ക് ഡോക്ടറോട് സംസാരിക്കുമ്പോഴും ഡോക്ടർ ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴും എന്ത് വലിയ സർജറി എന്തൊക്കെ നടക്കുന്നു ഡോക്ടർ ഷീല അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ സമാധാനം, ഒരമ്മയുടെ സ്നേഹവും കെയറുമാണ് കിട്ടുന്നതെന്ന് പറയാം. മാത്രമല്ല ഒരു ഇപ്പോൾ എറണാകുളത്ത് പോയി എങ്കിലും ഹീമോഫീലിയയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ തൃശ്ശൂർ 2 ദിവസം വരാറുണ്ട്. അതുപോലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വളരെ ഓരോരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ടിട്ട് വേണ്ട ശ്രദ്ധ കൊടുക്കണമെന്ന്. അപ്പം എല്ലാവർക്കും സന്തോഷകരമായിട്ട് എല്ലാവരും ഒരേ യുനാനിമസ് ആയിട്ട് എടുത്തതാണ് ഡോക്ടർ ഷീലയ്ക്ക് കൊടുക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഡോക്ടർ റാഫി കഴിഞ്ഞ ചർച്ച ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. ഈ വർഷത്തെ പ്രോഗ്രാം ഹീമോഫീലിയ പ്രോഗ്രാം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നത്. ജൂബിലിയുടെ ഈ വർഷം 75th ഇയർ ആനിവേഴ്സറി കൂടിയാണ് ജൂബിലി തുടങ്ങിയതിന് ശേഷമുള്ള. അപ്പോ ഹീമോഫീലിയ 2014 മുതൽ തന്നെ നമ്മൾ മാനേജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി ഫാക്ടേഴ്സിന്റെ അവൈലബിലിറ്റി കൂടി. അപ്പോൾ ന്യൂവർ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലേഡീസിനെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് കോൺബിലി ബ്രാൻഡ് ഡെഫിഷ്യൻസിയാണ് മോസ്റ്റ് കോമൺ ബ്ലീഡിംഗ് ഡിസോർഡർ. അതുപോലെ നമ്മളിപ്പോ റീസെന്റ് ജൂബിലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫാക്ടർ 8 നോക്കാൻ പറ്റും, ഫാക്ടർ 9 നോക്കാൻ പറ്റും. ഓൾ ഫാക്ടർ അസൈസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ജൂബിലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ വിമൻ വിത്ത് ബ്ലീഡിംഗ് ഡിസോർഡർ, മിക്ക ആൾക്കാരും മെൻറേജ് പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് ആണെന്നുള്ള രീതിയിലാണ് ഹോർമോൺ ഗുളിക എടുക്കുന്നുണ്ടാവും. പക്ഷേ ചിലപ്പോ 1 in 1000 എന്നാണ് പറയുന്നത്. 1000 ലേഡീസിൽ ഒരാൾക്കെങ്കിലും ഈ 1 mg ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത. അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ജൂബിലിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയിൽ നിന്ന് ഫാക്ടറിന്റെ സപ്പോർട്ട് കിട്ടിയിട്ട് ഹീമോഫീലിയാക്സിനെ മാനേജ് ചെയ്യുന്ന വൺ ഓഫ് ദ ഫ്യൂ സെന്റേഴ്സ് ഇൻ കേരളയാണ് ജൂബിലി മിഷൻ. സോ വി ആർ വൺ ഓഫ് ദ preferred hemophilia treatment centers under the World Federation of India with the support from Hemophilia Federation of India. So this time your session is 19th morning. Inaugural session CME along with that Kerala perspective of hemophilia, how the benefits of advancements Dr. Rahul NHM
Kerala Nodal Officer present ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം 2 തിയറി സെഷൻസ് ആണുള്ളത്. ഒന്ന് ഡോക്ടർ ജെപ്സി ഓൾറെഡി സാർ പറഞ്ഞു, പിന്നെ ഗീത വിദ്യാധരൻ അമൃതയിൽ പണ്ടുണ്ടായിരുന്ന വേടാണ്, ഇപ്പോൾ ലിസിത്തെ കൺസൾട്ടന്റ് ഹെമറ്റോപെത്തോളജിസ്റ്റ് ആണ്. ഡയഗ്നോസിന്റെ വാട്ട് ആർ ന്യൂ തിങ്സ് ആർ ഹാപ്പനിങ് അക്രോസ് ദ വേൾഡ്, അക്രോസ് ഇന്ത്യ, ഇൻ കേരള സ്പെസിഫിക്കലി വേണം പറയുന്നതായിരിക്കും. അതിനുശേഷം മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതാണ്. ഉച്ചയോടുകൂടി പിരിയുന്ന രീതിയിലാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെൽക്കം യു ഓൾ ഫോർ ദാറ്റ് പ്രോഗ്രാം ഓൾസോ. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഡോക്ടർ പറയുന്നു വിചാരിച്ചു ഞാൻ. ഇന്ന് 12:30 ഒരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ രോഗികൾക്ക് എല്ലാവരും കേരള വൈഡായിട്ട് തന്നെ നമ്മൾ ഓൾ കേരള ലെവലിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ റാഫിയാണ് അതിൽ ഹീമോഫീലിയയെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അതിൽ ഒരു മെഡിക്കൽ ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ ചോദ്യോത്തര വേളയും കൊടുത്തിട്ടുണ്ട്. 12:30 അദ്ദേഹം ചെയ്യുന്നത് എന്നോട് പറയാം. ഇനി അടുത്ത് അല്ല രാജഗോപാൽ ഇന്നലെ പോയതല്ലേ, ഇന്നലെ വേൾഡ് ഹീമോഫീലിയ ഡേയില് സംബന്ധിച്ചിട്ട് അത് ഇന്ന് പുലർച്ചയ്ക്ക് വന്നതാണ് രാജഗോപാൽ. അപ്പൊ അദ്ദേഹം അതിന്റെ അനുഭവം ചെറുതായിട്ട് പറയും. ഇന്നലെയും അപ്പൊ അതില് ഏറ്റവും ഇതെന്ന് പറഞ്ഞ സ്ത്രീകളുടെ രോഗത്തിനെ കുറിച്ചിട്ട് തന്നെയായിരുന്നു. എയിംസിൽ നിന്നുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം, ഇതൊക്കെയാണ് അവിടെ ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഈ തീമിനെ കൂടാതെ തന്നെ ഇതിന് തന്നെയാണ് ഒരു ഇമ്പോർട്ടൻസ് അവിടെയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നാളെ എന്തായാലും ഇത് ഡൽഹിയിൽ. അപ്പോ ഇന്ന് ഇതിലെല്ലാവരും പങ്കെടുക്കുക, അത് ഒരു വിജയമാക്കി മാറ്റാൻ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പറയാൻ വിട്ടുപോയതാണ്. 25,000 രൂപ ക്യാഷ് പ്രൈസ്. അല്ലല്ല, അതിന് അത് ട്രസ്റ്റിന്റെ ചെയർമാൻ, ട്രസ്റ്റാണ് കൊടുക്കുന്നത്. ട്രസ്റ്റിന്റെ ചെയർമാൻ അതാ പറഞ്ഞു, ട്രസ്റ്റിന്റെ ചെയർമാൻ ഇ ബാലഗോപാലൻ ബാലഗോപാലൻ ആണ് സമർപ്പിക്കുന്നത്.